എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ തുക വിതരണം മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട്, അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ടുള്ള കർഷകരുണ്ട്. ആപ്ലിക്കേഷൻ കൊടുത്തു, അത് റിജക്റ്റ് ആയിപ്പോയി. വീണ്ടും അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ ചെന്നാലും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കേന്ദ്രം ഒരു അവസരം കൊണ്ടുവന്നിരിക്കുന്നതാണ്. മിസ്സിംഗ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അതിൽ കയറി നിങ്ങൾക്ക് ലാൻഡ് കോപ്പി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. 20ാമത്തെ ഗഡുവിന് മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട്. അതിനകത്ത് ഐഡന്റിഫൈ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലാൻഡ് വെരിഫൈ ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇപ്പോൾ കേന്ദ്രം പുതിയൊരു ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയും റിജക്റ്റ് ആയിട്ടുള്ളവരും 20ാമത്തെ ഗഡുവിന് മുടങ്ങിയിട്ടുള്ളവരും എല്ലാവരും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തുക വിതരണം 2-3 വർഷമായിട്ട് ലഭിക്കാത്തവരുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിരുന്നിട്ട് പോലും തുക ലഭിക്കുന്നില്ല എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കേണ്ടതാണ്. നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് EKYC, ലാൻഡ് സീഡിംഗ്, ബാങ്ക് KYC ഇതെല്ലാം അവിടെ എസ് കാണിക്കാം. പക്ഷേ ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു എസ് ആയിരിക്കില്ല അവിടെ. മീൻസ് ഈ കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം എസ് ആണെന്ന് കരുതിയാൽ പോലും നമ്മളിപ്പോൾ നോക്കിക്കോളാം, ഇതിപ്പം മൊത്തം എസ് ആണ്. നമ്മൾ EKYC ഓപ്ഷനിലേക്ക് ചെന്ന് നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ വീണ്ടും EKYC ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് EKYC എസ് ആണെന്ന് പറഞ്ഞ് നമ്മളിരിക്കും. പക്ഷേ വീണ്ടും EKYC ചെയ്യാണ്ട് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്റ്റാറ്റസ് ഒരിക്കലും അങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷൻ തന്നെ നിൽക്കും. ഇനി അത് മാറത്തില്ല. അത് നിങ്ങൾ ഓർത്തോളൂ. അപ്പോൾ നിങ്ങൾ ഇത് വീണ്ടും EKYC നിങ്ങൾ ആധാർ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും EKYC ചെയ്യാനായിട്ട് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ EKYC ചെയ്തേ മതിയാവുകയുള്ളൂ. അതുപോലെ തന്നെ ബാങ്ക് സീഡിങ്ങിൻ്റെ നിങ്ങൾക്ക് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് കയറി നോക്കുമ്പോൾ ഇവിടെ എസ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആധാർ സീഡിംഗ് സ്റ്റാറ്റസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ DBT ഡിസേബിൾഡ് ആണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എല്ലാം എസ് ആണെന്നും പറഞ്ഞ് പോരുന്നൊരു പ്രവണതയുണ്ട്. അങ്ങനെയല്ല, ഇതെല്ലാം കയറി വ്യക്തമായിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പറ്റിയിരിക്കുന്ന മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള തുകകളെല്ലാം ലഭിക്കത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക. ഇനി തുക വിതരണം മുടങ്ങിയിട്ടുള്ളവർ ഇതെല്ലാം കറക്റ്റാക്കി, അല്ലാതെ സ്റ്റാറ്റസ് മാത്രം നോക്കിയിട്ട് തിരിച്ചു പോരരുത്. ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ലാൻഡ് സീഡിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ എയിംസിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്യണം. ബാങ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ആധാർ സീഡിംഗ് സ്റ്റാറ്റസിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്യണം. EKYC ആണെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഒന്നുകൂടെ കൊടുത്ത് EKYC ചെയ്യണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ തിരിച്ചു പോരാവുള്ളൂ. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ സ്റ്റാറ്റസ് എല്ലാം എസ് ആണ്, ഇനി പൈസ ലഭിച്ചു എന്ന് പറഞ്ഞു വിടുന്ന നിരവധി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി അതിനകത്ത് കയറി നോക്കിയിട്ട് മാത്രമേ അതെല്ലാം ഉറപ്പ് വരുത്തി എല്ലാം എസ് ആണെന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ തിരിച്ചു പോരാവുള്ളൂ. അതല്ലാതെ നമ്മളിത് ചെയ്തെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ പേയ്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കും, പേയ്മെൻറ്റ് വരത്തില്ല. അപ്പോൾ നിങ്ങളിതെല്ലാം കറക്റ്റ് ആണെന്നുള്ള കാര്യം അതിനകത്ത് കയറി തന്നെ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എല്ലാം അവിടെ എസ് ആയിരിക്കാം. അങ്ങനെ എസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞ് പോരരുത്. നേരത്തെയൊക്കെ ശരിയാണ്, നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു എസ് എന്നുള്ളത് 3 നമുക്കിനി എന്നൊക്കെ PM കിസാൻ സമ്മാൻ കിടപ്പുണ്ടോ അവിടെ എസ് മാത്രമായിട്ട് കാണത്തുള്ളൂ. ഇതിനകത്തുള്ള മാറ്റങ്ങൾ നമുക്കവിടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ മുടങ്ങിയിട്ടുള്ള എത്രയാണ് 40,000 ആയാലും 30,000 ആയാലും 20,000 ആയാലും കേന്ദ്രം തരും. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം, കേന്ദ്രം പറഞ്ഞിട്ടുള്ള നിയമങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം വാങ്ങുന്നവർക്ക് യാതൊരു തടസ്സങ്ങളും ഈ ഒരു തുകയ്ക്ക് ഉണ്ടാവത്തില്ല. അല്ലാതെ ഒരു വീട്ടിൽ 2 പേര് വാങ്ങുന്നവർ, കേന്ദ്ര പെൻഷൻ വാങ്ങുന്നവർ, അതൊക്കെ കേന്ദ്രം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു നിയമത്തിൽ PM കിസാൻ സമ്മാൻ നിധി മേടിക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലീഗലായിട്ട് തുക വാങ്ങിച്ചിട്ടുള്ളവർ തീർച്ചയായും തുക തിരിച്ചടച്ചേ മതിയാവുകയുള്ളൂ. അതിനായിട്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും PM കിസാൻ സമ്മാൻ നിധിയിലില്ല. നിങ്ങൾക്ക് തുക വേണമെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്തുകൊള്ളുക. ആ തുക നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയുമില്ല. സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾ ഇതൊക്കെ ശരിയാക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ മുടങ്ങിയിട്ടുണ്ടെങ്കിലും അത്രയും രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അല്ലാതെ ഇതിനകത്ത് യാതൊരുവിധ ചതികളോ യാതൊരു കാര്യങ്ങളും PM കിസാൻ സമ്മാൻ നിധിയിലില്ല. തെറ്റായിട്ട് തുക വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം തിരിച്ചു വാങ്ങിക്കും. അതിപ്പോൾ എവിടെയായാലും നിയമം പാലിച്ച് നമുക്കെന്തും മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തെറ്റായിട്ട് കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ തുക തിരിച്ചടക്കണം. അതിനകത്ത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തിരിച്ച് കളിച്ചേക്കുക പൈസ. അതല്ലാത്തവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. പിന്നെ കേന്ദ്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടുണ്ട്. ലാൻഡ് സീഡിങ്, ഇത് കതിറാപ്പ് എന്നൊക്കെ പറയും. കതിറാപ്പ് ഒരിക്കലും കേന്ദ്രം ആവശ്യപ്പെട്ടതല്ല. അതിപ്പോൾ കേരളത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ കതിറാപ്പ് ഒരിക്കലും കേന്ദ്രം ആവശ്യപ്പെട്ടുള്ളതല്ല നമുക്ക് ചെയ്യാനായിട്ട്. കേന്ദ്രം ആവശ്യപ്പെട്ടുള്ളത് ഫാർമർ രജിസ്ട്രേഷൻ ID ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഈ ഫാർമർ രജിസ്ട്രേഷൻ ID എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് IDയും അവിടെ വെരിഫൈ ആവുകയാണ്. അപ്പോൾ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്താനാണ് കേന്ദ്രം ഈ ഒരു ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറൊരു രീതിയിലുള്ള കെണികളോ ഒന്നും തന്നെയുമില്ല. ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം മുന്നോട്ട് പോകുന്നവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. പിന്നെ ഈ 2,000 രൂപ 6,000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് വർഷം തോറും. അത് നമ്മുടെ വീട്ടിലുള്ള കൃഷികളൊക്കെ മാത്രം കാണിച്ചാൽ മതി. അല്ലാതെ ഇത് വലിയ ഭാരിച്ച തുകയൊന്നുമല്ല നമുക്ക് കേന്ദ്രം തരുന്നത്. നമ്മുടെ വീട്ടിലുള്ള വിളകൾ മാത്രം നോക്കി കൃഷി ചെയ്താൽ മാത്രം നമുക്ക് ഈ ഒരു 6,000 രൂപ ചിലവാകുന്നുള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കൃഷിയൊന്നും ചെയ്ത് എങ്ങും കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയുമില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം നിങ്ങൾ ചെയ്യുക. റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. തുക മുടങ്ങിയിട്ടുള്ളവരും നിങ്ങൾ ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് തുക ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.